എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ വോളിയം. അതിലെ പേജ് നമ്പർ 42 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകം തന്നെ നമ്മൾ 3 പേജസ്, അതായത് പേജ് നമ്പർ 37 ആൻഡ് 38, പേജ് നമ്പർ 40, പേജ് നമ്പർ 41, ഈ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് 42-ലെ ഈ 3 പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്കറിയാം, വോളിയം കാണുന്നതിൻ്റെ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചല്ലേ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ആൽഫബറ്റ് ആണല്ലോ തന്നത്, EHT. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെയിം ഫോർമുല തന്നെയാണ്, പക്ഷേ ഇവിടെ നോക്കും, ഇതൊക്കെ നമുക്കൊരു ഷേപ്പിലാക്കണം, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കണം, എന്നാലേ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കൂ, 20 സെൻറ്റിമീറ്ററാണ് ഇവിടെ, 20 സെൻറ്റിമീറ്ററാണ് ഇതുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്, അതാണ് നമുക്ക് ആദ്യത്തെ ടാസ്ക്. അല്ലാണ്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ലെങ്ത്ത് വേണം, വിഡ്ത്ത് വേണം, ബ്രെഡ്ത്ത് വേണം. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ലെങ്ത്ത് 20 അതേപോലെ തന്നെ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനെ ആദ്യം ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കിയിട്ട് അതിന് പേര് കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ബ്ലോക്കായല്ലോ, ഒരു ചതുരക്കട്ടയായി. അപ്പോൾ ഇതിന് നമുക്ക് എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചതുരക്കട്ടയായി, ഇവിടെ ഒരു ചതുരക്കട്ടയായി, ഇവിടെ ഒരു ചതുരക്കട്ടയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ഈ 2 സ്ഥലവും ബ്ലോക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് 4 റെക്റ്റാങ്കുലർ ബ്ലോക്ക് കിട്ടും. ABCD എന്ന് പറഞ്ഞ് നമുക്കതിനെ നെയിം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു അതായത് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ, അത് റെഡി. പിന്നെ ഈ B ആണ്. വിഡ്ത്ത് നോക്കൂ, വിഡ്ത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ സംഭവമാണല്ലേ, ഇതാണ് വിഡ്ത്ത്. പക്ഷെ നമ്മൾ ഇത്രത്തോളം ഇതിനെ എടുക്കുന്നില്ലല്ലോ, നമുക്ക് ആകെ ഇത്ര മതി, നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മൊത്തത്തിൽ എത്രയാണ്, 12 അല്ലേ. പക്ഷേ ഇവിടെ വരെ 8 തന്നിട്ടുണ്ട്. ഇവിടെ വരെ 8 അവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 8 തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 8 തന്നിട്ടുണ്ട്. ഇവിടെ 8, ഇവിടെ 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 12 നിന്ന് 8 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, വിഡ്ത്ത് കിട്ടി. പിന്നെ നമുക്ക് ഹൈറ്റാണ് വേണ്ടത്. നമുക്ക് എന്താണ്, ഹൈറ്റാണ് വേണ്ടത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് എത്രയാണ്, ഹൈറ്റ് 2 സെൻറ്റിമീറ്ററാണ്. അതിവിടെ തന്നിട്ടുണ്ടല്ലോ, ഇവിടെ 2 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റല്ലേ. നമുക്ക് ലെങ്ത്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, പിന്നെ നമുക്ക് കിട്ടിയത് എന്താണ്, ഹൈറ്റ് കിട്ടി. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇതിനെ നമ്മൾ 4 പാർട്ടാക്കി. അതിന് ജസ്റ്റ് നമ്മൾ ഒരു 2 ബ്ലോക്കാണ് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബ്ലോക്ക് കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് L എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, B എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്, ഈ ഒരു പിന്നെ ബ്രെഡ്ത്ത് ഇത്രയും ഉണ്ട്. പക്ഷേ നമുക്ക് അത്ര വേണ്ട, നമുക്ക് ഈ ഒരു ചെറിയൊരു പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇത്രയാണ്, ഇവിടെ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടാൻ നമുക്ക് പ്രയാസമില്ല. 12 നിന്ന് 8 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് 4 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊന്ന് ശരിയായിട്ട് കാണാൻ വേണ്ടി ചെയ്താണ്. 20. ഓക്കെ, ഇവിടെ 12 ഇത് മൊത്തത്തിലുള്ളത്, ഇവിടെ വരെ 8. അപ്പോൾ നമുക്കറിയാം ഇത് എത്ര ഇരിക്കും, ഇത് 4. ഓക്കെ, 12 നിന്ന് 8 മൈനസ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ V = L ഇൻറ്റു B ഇൻറ്റു H ആണ് എഴുതേണ്ടത്. ഓക്കെ, L എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, 12 മൈനസ് 8, ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്ററാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഇതാ കണ്ടില്ല, അതാണ് ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഹൈറ്റ് 2 സെൻറ്റിമീറ്ററാണ്.
അപ്പോൾ നമ്മൾ അതും എഴുതുക. ഹൈറ്റ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് 20 ഇൻറ്റു 4 ഇൻറ്റു 2, 20 ഇൻറ്റു 4 ഇൻറ്റു 2, 20 ഇൻറ്റു 4 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ 20 ഇൻറ്റു 4 എത്രയാണ് 80, 20 ഇൻറ്റു 4 എത്രയാണ് 80, 80 പ്ലസ് 80 ഇൻറ്റു 2 160. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ഇൻറ്റു 4 ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. 20 ഇൻറ്റു 4 80 ആണ്, 80 ഇൻറ്റു 2 ദാറ്റ് ഈസ് 160 ക്യൂബിക് സെൻറ്റിമീറ്റർ, 160 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ വോളിയം നമുക്ക് കിട്ടി അല്ലേ, വോളിയം എയുടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ബി ആണ്. വോളിയം ബി കാണാം. അതായത് നമ്മൾ ജസ്റ്റ് മാറിപ്പോകാതിരിക്കാൻ നമ്മൾ ABCD എന്ന് പേര് കൊടുത്തതാണ്. അപ്പോൾ നമുക്കിനി ബി ആണ്. ഓക്കെ, ബി നോക്കിയാലോ. ബീൻ്റെ മെഷർമെൻറ്റും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം വി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് ഇതാണ്. ഇനി അടുത്തത് നമുക്ക് ഇതാണ്, ഈ ഒരു പീസാണ് നമുക്ക് കണ്ടത്. ഇത്രയും ലെങ്ത്താണ് നമുക്ക് കണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻ്റാണ് വേണ്ടത്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് നമുക്ക് ഇതിൽ നിന്ന് കാണാം 8 സെൻറ്റിമീറ്റർ ആണല്ലേ. ലെങ്ത്ത് കണ്ടില്ലേ, 8 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അടുത്തത് ബ്രെഡ്ത്താണ്, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇത് കണ്ടില്ല, 4 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത്, 4 സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത്. നമ്മൾ നേരത്തെ ചെയ്താണല്ലോ 4 സെൻറ്റിമീറ്റർ. ഇത് അവിടെ ഇവിടെ എല്ലാം 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടെയൊക്കെ വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈറ്റ് നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ കണ്ടാണ് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ ലെങ്ത്ത് നമുക്ക് എത്ര കിട്ടി? 8 സെൻറ്റിമീറ്റർ കിട്ടി. വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ കിട്ടി. വിഡ്ത്ത് കണ്ടല്ലോ 4 സെൻറ്റിമീറ്റർ. ഇവിടെ അതൊക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇതാ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഒക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ കിട്ടി. പിന്നെ ഹൈറ്റ് നമുക്ക് 2 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾ വോളിയാണ് കാണേണ്ടത്. 8 ഇൻറ്റു 4 ഇൻറ്റു 2. 8 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 32 ഇൻറ്റു 2 ദാറ്റ് ഈസ് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. എത്രയാണ്? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വോളിയം കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ഈ ചെറിയൊരു പീസാണല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്ര എഴുതാം? ലെങ്ത്ത് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. വിഡ്ത്തും എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ കണ്ടല്ലോ, ലെങ്ത്തും വിഡ്ത്തും ഒക്കെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഹൈറ്റ് എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി വി ഈക്വൽ ടു 4 ഇൻറ്റു 4 ഇൻറ്റു 2. 4 4 16, 16ഉം 2ഉം 32, 32 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റ് വണ് ചെയ്ത് നോക്കാം. ഈ ഒരു പോർഷൻ അല്ലേ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത് തന്നെയാണ്. ഓക്കെ, വി ലെങ്ത്ത് ഈക്വൽ ടു എത്രയാണ്? ലെങ്ത്ത് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? ഈ ഒരു പോർഷനിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്, 8 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് നമ്മൾ 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹൈറ്റ് എല്ലാത്തിനും ഒന്ന് തന്നെയാണ് കേട്ടോ. ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ കണ്ടത് വി ആണ്. വിക്ക് 8 ഇൻറ്റു 4 ഇൻറ്റു 2 അല്ലേ. 8 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 32 ഇൻറ്റു 2 ദാറ്റ് ഈസ് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ വോളിയം കാണാനാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഓരോന്നും ഓരോ പാർട്ടായിട്ടാണ് കാണുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മൊത്തത്തിലുള്ള വോളിയം കാണാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമുക്ക് കിട്ടിയ ഇതൊക്കെ നമ്മൾ എഴുതാം. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കിട്ടിയത് ഇത് 160 ആണ്. പിന്നെ നെക്സ്റ്റ് കിട്ടിയത് രണ്ടാമത്തത് 64 ആണ്.
മൂന്നാമത് കിട്ടിയത് നമുക്ക് എത്രയാണ്? 32 ആണ്. നാലാമത് കിട്ടിയത് നമുക്ക് എത്രയാണ്? 64 ആണ്. അപ്പോൾ നമ്മൾ വോളിയം എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിൻ്റെയും വോളിയം നമ്മൾ കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂട്ടി നോക്കാം. ആദ്യത്തെ നമ്മളുടെ 160 പ്ലസ് പിന്നെ 64 പ്ലസ് പിന്നെ 32 പ്ലസ് 64, 32 പ്ലസ് 64 ഇത്രയാണ് നമ്മളത് നമുക്ക് കൂട്ടി നോക്കാം. ഇപ്പം 160 പ്ലസ് എത്രയാണ്? 64 പ്ലസ് 32 പ്ലസ് 64. അപ്പം 4ഉം 2ഉം 6, 6ഉം 4ഉം 10. ബാലൻസ് 1 ഇവിടെ ഇട്ട് 1, 6ഉം 6ഉം 12, 12ഉം 3ഉം 15, 15ഉം 6ഉം 21, 21ഉം ഈ ബാലൻസ് ഉള്ള 1ഉം കൂട്ടി അപ്പോൾ 22, ബാക്കി 2, 2 പ്ലസ് 1 3. അപ്പോൾ എത്രയാണ് ആൻസർ? 320 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതാണ് ഫസ്റ്റത്തെ വോളിയം. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ എക്സാമിന് ഇങ്ങനത്തെ ചോദ്യം ഷുവറാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം? റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കണം. ആ ബ്ലോക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ ലെങ്ത്തിനും വിഡ്ത്തിനും ചിലപ്പോൾ നമ്മൾ ചിലതൊന്നും മൈനസൊക്കെ ചെയ്തേണ്ടി വരും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാം. നമുക്ക് ഏതാണ്? എച്ച് ആണുള്ളത്. എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കട്ട് ചെയ്യാം. 2 കട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 3 ബ്ലോക്ക് കിട്ടി അല്ലേ? നമുക്ക് 3 ബ്ലോക്ക് കിട്ടി. 1 2 3. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിൻ്റെ കാണണം അല്ലേ? 3 എണ്ണത്തിൻ്റെ കാണണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് നോക്കാം. ഓക്കെ, വോളിയം ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ ആണ്. എന്താ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഡയറക്റ്റായിട്ട് 16 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആഡ് ചെയ്യുകയും കുറയ്ക്കൊന്നും വേണ്ട, നമുക്ക് 16 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 16 സെൻറ്റിമീറ്റർ തന്നു. ഇനി നമുക്ക് വേണ്ടത് വിഡ്ത്താണ്. വിഡ്ത്ത് ഇവിടെ എത്രയെന്ന് തന്നിട്ടുണ്ട്? വിഡ്ത്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4 ആണ് തന്നിട്ടുണ്ട് അല്ലേ? വിഡ്ത്ത് 4 ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പിക്ചറിലുണ്ട് വിഡ്ത്ത് 4 ആണ്. ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ 4 ആണ്. ഇത് കട്ട് ചെയ്ത് പോയതാണ്. ഇതാ ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്. ഇതാ ഇത് 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 16 × 4. പിന്നെ ഹൈറ്റ് 3 ആണ് ഇവിടെയും തന്നിട്ടുണ്ട്. അപ്പോൾ 16 × 4 × 3. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്കത് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 16 × 4 × 3. അപ്പോൾ 16 × 4 × 3 നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? 16 × 4 × 3 അതായത് 16 × 12, ദാറ്റ് ഈസ് 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ എന്താണ്? ഇത് 16 ആണ്, ഇത് 4 ആണ്, ഹൈറ്റ് 3 ആണ്. ഓക്കെ, അപ്പോൾ 16 × 4 × 3. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 16 × 4 × 3. 16 × 4 × 3. 16 × ഇവിടെ 4 × 3. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കിട്ടും. ഈ ഒരു ബ്ലോക്കും അത് തന്നെ ആയിരിക്കും അല്ലേ? 192. ഇതെന്ന് വെച്ചാൽ ഇതും സെയിം ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ അതും 192 ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ചെറിയൊരു ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? ഇത് 4 ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റാണ് നമുക്കിനി കാണേണ്ടത്. ഈ ഒരു മെഷർമെൻറ്റ് എത്രയാണെന്ന് കാണണം. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ എത്രയാണ്? 16 ആണ്. ഇത് മൊത്തത്തിൽ എത്രയാണ്? 16 ആണ്. നമ്മൾ വിഡ്ത്ത് ലെങ്ത്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്? മൊത്തത്തിൽ 16 ആണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഈ ഒരു ഭാഗം 6 ആണ്. അപ്പോൾ 60 - 6 - 6. അപ്പോൾ 60 - 6 - 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് 60 - 12, ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ 16 ആണ്, മൊത്തത്തിൽ 16 ആണ്. ഇത്രയും ഭാഗം 6 ആണ്, ഇത്രയും ഭാഗം 6 ആണ്. അപ്പം ഈ ഒരു ഭാഗം കിട്ടാൻ ഇതിൽ നിന്ന് ഇത് രണ്ടും മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ 60 - 6 + 6 ചെയ്തു. അപ്പോൾ 60 - 12, ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഓക്കെ,
അപ്പോൾ ഇനി വിഡ്ത്ത് നോക്കാം. വിഡ്ത്തൊന്നും പ്രശ്നമില്ല, ഇവിടെ 4 തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് നമ്മളിപ്പോൾ 16 12 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടി. വിഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്രയാണ്? 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നമ്മൾ നേരത്തെ ഈ ഒരു ഭാഗം കണ്ടുപിടിച്ചു. അതെത്രയാണ്? 192 ആണ്. അതേപോലെ തന്നെയാണ് 192 മെഷർമെൻറ്റിന് വ്യത്യാസമൊന്നുമില്ല, 192 ആണ്. പിന്നെ ഇതിൻ്റെ നടുവിലുള്ളപ്പോൾ 48 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മൊത്തത്തിലൊന്ന് ചെയ്യാം. ഇത് 192, ഇത് 192, ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 48. അപ്പോൾ നമുക്ക് വോളിയം ഈക്വൽ ടു 192 പ്ലസ് 48 പ്ലസ് 192. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 192 പ്ലസ് 48 പ്ലസ് 192. അപ്പോൾ 2 പ്ലസ് 8 എത്രയാണ്? 10. 10 പ്ലസ് 2 12. ബാലൻസ് ഒന്ന് ഇവിടെ കൊടുത്തു. 1 പ്ലസ് 9 10. 10 പ്ലസ് 4 14. 14 പ്ലസ് 9 23. ഇപ്പോൾ 3 കൊടുത്തു. 20 ഇവിടെ ഇട്ടു. 22 പ്ലസ് 1 3. 3 പ്ലസ് 1 4. അപ്പോൾ എത്രയാണ്? 432 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, CC എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 432 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ആൻസർ എത്ര കിട്ടി? 320 കിട്ടി. രണ്ടാമത്തിൻ്റെ ആൻസർ നമ്മൾ 432 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത ഷേപ്പ് എന്താണ്? ടീയുടെ ഷേപ്പാണല്ലേ. അടുത്തത് ടീയുടെ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആക്കുക. വളരെ സിമ്പിളാണ്. ഇത് നോക്കൂ, ഇതാ ഇവിടെ ഒരു കട്ട് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ ഒരു കട്ട് കൊടുത്താൽ നമുക്ക് എന്താക്കി? 2 ബ്ലോക്കാക്കി മാറ്റാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്, ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? മൊത്തത്തിലാണ് നമുക്ക് ലെങ്ത്ത് കാണേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് തന്നത്? ഈ ഒരു ഭാഗം 6 ആണ്, ഈ ഒരു ഭാഗം 6 ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്തിൻ്റെത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അല്ലേ. 4. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 പ്ലസ് 4. അങ്ങനെയാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമ്മൾ ചിലപ്പോൾ മൈനസ് ചെയ്യുക, ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 6 പ്ലസ് 6 12, 12 പ്ലസ് 4 എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ കണ്ടല്ലോ, വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് ഇവിടെ കണ്ടല്ലോ 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഡ്ത്ത് ഈക്വൽ ടു എത്ര എഴുതാം? 4 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്ക് ഹൈറ്റ് ഈക്വൽ ടു എത്ര എഴുതാം? ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? 3 ആണ് എഴുതേണ്ടത് അല്ലേ. ഇവിടെയാണ് ഹൈറ്റ് കണ്ടല്ലോ 3. ഒന്നുകൂടി മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ല് കിട്ടിയത് എത്രയാണ്? എല്ല് നമുക്ക് കിട്ടി, നമ്മൾ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ 6 പ്ലസ് 4 പ്ലസ് 6 ദാറ്റ് ഈസ് നമുക്ക് 16 സെൻറ്റിമീറ്റർ. ഓക്കെ, 16 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 4 സെൻറ്റിമീറ്റർ ആണ്. കണ്ടല്ലോ, 4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? വോളിയം കാണാൻ എന്താ ചെയ്യേണ്ടത്? വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലേ. 16 ഇൻറ്റു 4 ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ നമുക്ക് 16 ഇൻറ്റു 4 ചെയ്യണം അല്ലേ.
16 ഇൻറ്റു 4 ചെയ്യണം, എന്നിട്ട് 3 ചെയ്യണം. അതിനെക്കാട്ടും എളുപ്പത്തിൽ 16 ഇൻറ്റു 12 ചെയ്ത് നോക്കുക. അതായത് 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ആണല്ലോ. അപ്പോൾ 16 ഇൻറ്റു 12 ചെയ്ത് നോക്കാം. അപ്പോൾ 6 2 12, ബാലൻസ് 1. 1 ഇൻറ്റു 2 2, 2 പ്ലസ് 1 3, 1 ഇൻറ്റു 6 6, 1 ഇൻറ്റു 1 1. അപ്പോൾ 2 6 പ്ലസ് 3 9 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. എങ്ങനെ കിട്ടി? 16 ഇൻറ്റു 4 ഇൻറ്റു 3, അതായത് 4 ഇൻറ്റു 3നെ നമ്മൾ ഇൻറ്റു ചെയ്യാൻ എളുപ്പത്തിൽ 4 ഇൻറ്റു 3നെ നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ 12 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 16 ഇൻറ്റു 12 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് 192 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ടീൻ്റെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇനി ഈ പാർട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത പാർട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത പാർട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 192 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇത്രയും ഒരു റെക്റ്റാങ്കുലർ ക്യൂബാണ് ഉള്ളത്. അപ്പോൾ ലെങ്ത്ത് എത്രയായിരിക്കും? ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 11 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത്ത് ഈ ഒരു പാർട്ടിൻ്റെത് 11 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് പ്രശ്നമില്ല. ലെങ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. ഇനി വിഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണ്. അതും ഇവിടെ തന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഇവിടെ തന്നിട്ടുണ്ട് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മൾ വോളിയത്തിന് എന്ത് ചെയ്യണം? 11 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 11 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 44. 44 ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. 44 ഇൻറ്റു 3 ചെയ്താൽ എത്രയാണ്? 44 ഇൻറ്റു 3. 3 ഇൻറ്റു 4 12, ബാലൻസ് 1. 4 ഇൻറ്റു 3 12, 12 പ്ലസ് 1 132. അപ്പോൾ 132 എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ തീർന്നില്ല, ഇത് നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ വോളിയം എന്താണ്? വോളിയം കാണാൻ ആദ്യത്തെ വോളിയം എത്രയാണ്? 192 ആണ്. രണ്ടാമത്തെ വോളിയം 132 ആണ്. അത് രണ്ടും കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടും? 2 ഇൻറ്റു 2, 2 പ്ലസ് 2 4, 3 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 പ്ലസ് 9 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 2 കൊടുത്തു, ബാലൻസ് 1 ഉണ്ട്. 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. അപ്പോൾ 324 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് നമ്പർ 40ലെ പ്രോബ്ലംസ് ആണ്, നമ്മൾ 42ലെ പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് പേജ് നമ്പർ 43 ആണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.